ഡ്രാമ ക്വീൻ എന്ന് പറഞ്ഞാണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. വിഷയമാണ് ആ കാര്യത്തില്. ഇതന്നെ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അവള് കഴിഞ്ഞിട്ട് വേറെ ആരും പാടുള്ളൂ. അവള് മുന്നേ വെച്ച് ഞങ്ങൾ ആരെയും വേറെ ആരും സ്നേഹിക്കാൻ പാടില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എന്താ പറയുക, ഞങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്റെ ഫ്രണ്ട് ഗായത്രി, ഇത് ആൻ. അപ്പം ഇവരാണ് ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ആയിട്ടുള്ള ഇത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ അതിനകത്ത് ഞാനും ഗായത്രിയും കൂടിയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം ആനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിലോട്ട് കിടക്കുകയാണ്. ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് ലോട്ട് എടുത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റി തന്നെ അവരെ കാര്യങ്ങൾ പറയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ ഞങ്ങളൊന്നും എന്താ ഡീറ്റെയിൽ ആയിട്ട് പേരൊന്നും വെളിപ്പെടുത്തിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പേര് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പറയും, ലോട്ട് എടുത്തിട്ട് പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നല്ലതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക, ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് അതിൻ്റെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സദനം കൊണ്ടുപോകാം. ഓക്കെ, ആദ്യം ആരാ? ഞാൻ എടുക്കാനുള്ള. ആദ്യം നമുക്ക് ഗായത്രിനെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ. ആനിന് കണ്ണെടുക്കണോ? ആനെന്താ ചീഞ്ഞ പോലെ? ആ, കുഴപ്പമില്ല, എടുക്ക്. ഞാൻ എടുക്കണേ, എടുക്ക. ഇത് ആരാണെന്ന് ഗായത്രി പേരെന്നെ എടുക്കരുത് കേട്ടോ. എന്റെ പേര് എടുക്കണേ, എനിക്ക് ഒന്നുകൂടെ എടുക്കാലോ, മാറ്റെടുക്കാലോ. എടുത്തു. അനന്തുവിന്റെ ഫോട്ടോ ഞങ്ങളിപ്പോ ആഡ് ചെയ്യാം. അനന്തുവിനെ പറ്റി പറഞ്ഞോ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ പറയാം. ഓക്കെ, അനന്തമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെയും കമ്പനി ആയത് ഈ അടുത്താണ്. മുംബൈ ട്രിപ്പിലാണ് പിന്നെ നമ്മള് ക്ലോസ് ആവാൻ തുടങ്ങിയത് തന്നെ. ശരി. പണ്ടത്തെ അവന്റെ എട്ട പേരെന്തായിരുന്നു? പച്ചക്കുതിര. ഒക്കെ ഉണ്ട്. അപ്പൊ അതായിരുന്നു അനന്തു ഒരു ഇത്. അവൻ മുംബൈയിലായിരുന്നു. അപ്പൊ മുംബൈയിൽ ഞങ്ങൾ പോയപ്പോ അവന്റെ അടുത്താണ് പോയി നിന്നയിച്ചത്. അപ്പൊ അടുത്താളെ അറിയാൻ എടുക്കും. ഞാൻ ലാസ്റ്റ് പറയാം. ആന്റെ പേര് തന്നെ ആവോ? അതെടുത്ത് മാറ്റിയില്ല, എടുത്തത്. ആ, മാറ്റി. അയ്യോ, പറയുന്നതാണ്. ഞങ്ങളുടെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഭയങ്കര സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്. നമ്മുടെ എല്ലാവരുടെയും നല്ലൊരു ഫ്രണ്ടാണ് ടി പി എന്ന് പറഞ്ഞാൽ. ടി പി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവനിപ്പോ ഇവിടെ കറന്റ് ഇല്ല. എനിക്ക് മിസ് ചെയ്യണ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ടി പി ആണ്. മാത്രമല്ല, എല്ലാവരുടെ അടുത്തും എല്ലാവർക്കും ഒരു ഫേവറേറ്റ് പേഴ്സൺ ഉണ്ടെങ്കിൽ അത് ഇയാളായിരിക്കും. അവൻ എങ്ങനെ പൈസ ചെലവാക്കണേന് മടിയില്ല എന്ന് പറയാ. ബാ ഇപ്പൊ പിന്നെ അവന്റെ ഒരു അരിയാഹാരമൊക്കെ ഉണ്ട് കേട്ടോ. അവന് അങ്ങനെ ഫ്രൈഡ് റൈസേ പറ്റുള്ളൂ, വേറെ ഒരു സാധനം. അരിയാഹാരം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ടി പി ആൻഡ് അരിയാഹാരം. അപ്പൊ അരി വേണോന്നാണ് അവന് പറയണത്. അപ്പൊ അരി ഇല്ലാത്തൊരു കച്ചവടം ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ ടി പി. ഇനി അടുത്തത് ഗായത്രി അല്ല. ഓക്കെ, അയ്യോ ഇതാരാവണേ? മാനു എന്ന് പറയണത് +1 വന്നതാണ്. ആ സമയത്ത് ഞങ്ങളുടെ മെയിൻ ഗിറ്റാറിസ്റ്റ് ഒക്കെ അവനായിരുന്നു. അവനെ കൊണ്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ ബോഡി ബിൽഡർ ആയിട്ടുള്ള ആളെ പറ്റി ജിം ഫ്രീക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ചോദിച്ചില്ലേ, അതിന്റെ മെയിൻ ഉത്തരം ശരിക്കും ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു ജിം ഫ്രീക്ക് ആയിട്ടുള്ളവൻ. വേറെ ആരുമില്ല. ഇനി അവനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആൻ പറയും. ഇത്രയുള്ളൂ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്. കുറെ കൊല്ലമായിട്ടുള്ള ഫ്രണ്ടാണ്. ഇപ്പൊ ഈ +1 വന്നവരെന്നൊക്കെ പറഞ്ഞവര് തന്നെ ഇപ്പൊ ഒരു 10 കൊല്ലം കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞില്ല. അടുത്തത് ഗായത്രിയാണ്. ഞാൻ എടുക്കണ്ടേ? ഇതിപ്പോ ഗായത്രി ആൻ വന്നപ്പോഴേക്കും സൈലന്റ് ആയിട്ടാ. ഞാൻ സൈലന്റ് അല്ലേ? അല്ലെങ്കിലും അങ്ങനല്ല, ഇൻട്രോവേർട്ട് അല്ലേ? ഇൻട്രോവേർട്ടർ. ഇവനെ പറ്റി ഞാൻ എന്താ പറയാ, വിനു. ചങ്കിന്റെ കരളാളെന്നൊക്കെ പറയണ. പിന്നെ പറഞ്ഞത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറ. എന്റെ പോയിന്റ് ഓഫ് വ്യൂല് അവൻ എന്റെ ക്ലാസ്സിലായിരുന്നു. സോറി, ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും +1 സെയിം ക്ലാസ്സിൽ വെച്ച് അവനടുത്ത് മിണ്ടിയിട്ടേ ഇല്ല. ഇപ്പോഴും അങ്ങനെ മിണ്ടാറുണ്ട്. അവരെ കണ്ട മിണ്ടും, അല്ലാണ്ടുള്ള അത്രയ്ക്കൊരു ക്ലോസ്നെസ് ഞാൻ അവനായിട്ടില്ല. പക്ഷെ എന്താ നല്ലൊരു ഫ്രണ്ടാണ്. അവന്റെ
എനിക്ക് തോന്നണേ ഞങ്ങളിൽ 3 പേരിലും ഏറ്റവും കൂടുതൽ അവൻ്റെ ഒപ്പം ഹാങ് ഔട്ട് ചെയ്തേക്കുന്ന വ്യക്തി ഞാനായിരിക്കും. എനിക്ക് മീനൊക്കെ ഇടിക്കാനൊക്കെ പേടിയാണ്. ഇടിച്ചു കഴിഞ്ഞാൽ തൊഴിക്കും. അങ്ങനെ നല്ല തൊഴിയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാ കാര്യത്തിലും പാവം നല്ല ബുദ്ധിയുള്ള ചെക്കനാണ്. പക്ഷെ അതങ്ങനെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാറില്ല. പിന്നെ മീനിന്റെ ഇഷ്ടമാണ് മറ്റേ സാധനം കളർ മീൻ. വരുമ്പോഴേക്കും കളർ മീൻ കൊണ്ടുവരാൻ പാടില്ല. ഇവർ കളർ മീനാ അവൻ. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് കളർ മീനും പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെയാണ് പിന്നെ അടുത്ത ആരാ? ഞാനാണോ? ഷിറ്റു ശരിക്കും 8th തൊട്ട് ഞങ്ങളൊപ്പം പഠിച്ചതാ. അതുകൂടാതെ എന്റെ വീട് പണ്ട് കാക്കനാടുള്ള സമയത്ത് അപ്പോഴും ഞങ്ങള് നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പൊ 8th തൊട്ട് സ്കൂളിൽ വെച്ചുള്ള അവൻ അത്യാവശ്യം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. സ്കൂളിൽ വെച്ചിട്ട് ഒരു കോളേജ് എത്തിയപ്പോഴാണ് ആൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ട് ഭയങ്കര ഒച്ചപ്പാടുകളൊക്കെ തുടങ്ങി. പക്ഷെ ആ ഇൻട്രോവേർട്ട് ആയിരുന്നവൻ പോലും എൻ്റെ അടുത്ത് ആ ഒരു 8th തൊട്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു. ബസ്സിൽ കയറിക്കാനും ഞങ്ങളുടെ വർത്താനം കാരണം നാട്ടുകാർക്ക് ശല്യം പോലെയാണ്. ബസ്സിൻ്റെ അകത്ത് നിന്ന് ആൾക്കാർ ഒന്ന് സൗണ്ട് കുറച്ച് പറയുമോ എന്ന് പറയുന്ന ലെവലിൽ ഞങ്ങൾ വർത്താനം പറയും. അങ്ങനെ കഥ പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം അവൻ ഇവിടെ ഇല്ല, ദുബായിലാണ്. എന്നാലും അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സഡൻ വിളിയല്ലേ? സഡൻ വിളിയാണ്. ഞാനും അവനും ചാട്ട് ബന്ധമാണ്. വിളിക്കും ഒരു 6 മണിയാകുമ്പോഴേക്കും കോള് വരും. ഇവിടെ എൻജോയ് കോട്ടേഴ്സിലോട്ട് നമുക്ക് ചാട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. എൻജോയ് കോട്ടേഴ്സിലത്തെ ചാട്ടാണ്ട് ഞങ്ങളുടെ ഇപ്പൊ അവനൊരു കാര്യത്തിന് വിളിച്ചാൽ ഒരിക്കലും നോ പറയില്ല. എപ്പോ വിളിച്ചാലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ തന്നെ ദുബായി പോയിട്ട് അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് തിരിച്ചു പോലും വരയ്ക്കാൻ വിളിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒഴിവാക്കിലാണ്. ഞാൻ ഒഴിവാക്കി. അടുത്ത ഞാനല്ലേ ആരായിരിക്കോടോ നോക്കട്ടെ. ഈശ്വരാ. ഓ സാലി എന്ന് പറയുന്നത് അതുൽ സാലി എന്നാണ് സാലിയുടെ പേര്. അപ്പം ഞാനൊരു മാനിപ്പുലേറ്റീവ് ഫ്രണ്ട് ആയിരുന്നു അവൻ്റെ. ഇപ്പോഴും പക്ഷെ ഇപ്പം ഞാൻ പറയട്ടെ, നമുക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചാലൊക്കെ ഓടി വരാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സാലിയാണ്. അങ്ങനെ പിന്നെ നല്ലൊരു ഫ്രണ്ടാണ്. നല്ലൊരു ഏറ്റവും കൂടുതൽ എന്നെക്കാളും കൂടുതൽ ഹെൽപ്ഫുൾ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അതെ അതെ. എന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നതിന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പെട്ട് കിടക്കാണ്, എന്തെങ്കിലും പ്രശ്നം ഇനി പഠിത്തത് ഞാൻ നടത്തില്ലായിരുന്നോ? പറയണേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നൊന്നും ഇൻട്രോവേർട്ടാ. എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ താൻ പിന്നെയും മിണ്ടി കേട്ടോ. ഇതിപ്പോ എനിക്ക് കിട്ടിയത് എന്തിനാണ്? വായ തുറക്കരുത്. അല്ല ഇപ്പൊ താന് പറയുമ്പോ തുറക്കരുതെന്നാണോ? ജിൽസ മർത്ത ഡ്രാമ ക്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ടുള്ളൂ. വിഷയമാണ് ആ കാര്യത്തില്. എല്ലാത്തിലും പാമ്പർ ചെയ്യണം. ഡിപ്പെൻഡന്റ് ആണ് ഭയങ്കരമായിട്ടും. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതന്നെ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും പിടിക്കില്ല. അറിയോ, ഇവള് എന്താണ് മനസ്സിൽ വിചാരിക്കണേ അത് നമ്മൾ പറയണം. പിന്നെ അതല്ല ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്ന് അപ്പൊ നമ്മൾ എന്നിട്ട് ചിലപ്പോ നമ്മൾ തിരക്കിലാവും. ചിലപ്പോ നമുക്ക് ഇവള് പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണം. നമുക്കത് ഇഷ്ടാവുണ്ടാവും. എന്നാൽ നമുക്ക് ചിലപ്പോ ആ സമയത്ത് നമുക്കത് പറയാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇവള് പറയുന്ന വാക്ക് നമ്മൾ പറയണം. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അതല്ല. ഞാൻ സപ്പോസ് ഒരു സാധനം ഉണ്ടാക്കി സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അവരെ എക്സൈറ്റ്മെന്റ് കാണിക്കണം. അല്ല ചേച്ചിക്ക് അപ്പൊ നമ്മള് തിരക്കിലാണോ ഒന്നും അറിയണ്ട, ആൾക്ക് കിട്ടണം. വേണമെന്ന് പറഞ്ഞാൽ വേണം. വാലിഡ് അപ്രിസിയേഷൻ എപ്പോഴും വേണം. അത് ചോദിച്ചു ഭയങ്കര ഒരു വാലിഡേഷൻ രീതിയിൽ മാത്രല്ല. ഇപ്പൊ ഇടക്കിടക്ക് വന്നിട്ട് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ആ സാധനം. ഇപ്പൊ എന്നെയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അവളുടെ പേര് പറയണം. അവളുടെ പേര് കഴിഞ്ഞിട്ട് അവള് കഴിഞ്ഞിട്ട് വേറെ ആരും പാടുള്ളൂ. അവളുടെ മുന്നേ വെച്ച് ഞങ്ങൾ ആരെയും വേറെ ആരും സ്നേഹിക്കാൻ പാടില്ല. ലിയോ സോഡിയാക് സൈനുള്ള ആൾക്കാർക്ക് നിങ്ങൾ ചിലപ്പോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, അപ്പൊ കിട്ടും ലിയോ സോഡിയാക്. പക്ഷെ ആള് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര പാവമാണ്, ഭയങ്കര സെൽഫ്ലെസ് ആണ്. സെൽഫ്ലെസ് അത് ഉറക്കെ. പക്ഷെ സെൽഫ്ലെസ് ആണ് സെൽഫ്ലെസ് ആണെന്ന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി അവള് ചാവും. പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടി മൈൻഡ് പോലും ചെയ്യില്ല. ഒഴിവാക്കും. പിന്നെ
പണ്ടത്തെ ചികിത്സ ഇപ്പോഴത്തെ ചികിത്സ തമ്മിൽ മെയിൻ വ്യത്യാസം വന്നത് കുറേ മെച്യൂരിറ്റിയും കുറേ കാര്യങ്ങളിൽ കുറേ വ്യൂ പോയിന്റ്സും കുറേ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അവള്. പണ്ടത്തെ ചികിത്സ പലതും പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെന്ത് ഇങ്ങനെയെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ചെന്ന് പറയാൻ സംസാരിക്കാൻ പറ്റുന്നത് ഇവളെടുത്ത എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഇവള് പറയുന്ന എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യണം എന്നല്ല, പക്ഷെ എന്നാലും ഇവള് പറയുമ്പോൾ നമ്മളുടെ വ്യൂ പോയിന്റ്സ് അതനുസരിച്ച് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാം. ആ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനല്ലോ. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് സത്യസന്ധമായി പറഞ്ഞു നിങ്ങൾ പറയണത് കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ വേണ്ട വേണ്ട നല്ലത് മാത്രം. നമ്മൾ ഈ സെഗ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ പറഞ്ഞതാണ് നല്ലത് പറയാൻ പാടുള്ള ആൾക്കാരെ പറ്റി നല്ല പറയാം. വേറെ കുറച്ച് കാര്യത്തിൽ പറയാം. എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും കേൾക്കാറുണ്ട്. അയ്യോ എനിക്കിനൊന്നും പറയാനില്ല. അത് വേറെ എന്തെങ്കിലും നല്ലത് കാര്യം പറയാം. വല്ലപ്പോഴേക്ക് കിട്ടൂളേ. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഗിഫ്റ്റുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞവർക്ക്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇൻഡിവിജ്വൽ ഗിഫ്റ്റ് വേണമെന്നാണ് കേട്ടോ പറഞ്ഞത്. ആദ്യം ഈ മാസം ഉണ്ട്, ഓഗസ്റ്റ് 18-ാം തീയതി എന്റെ ബർത്ത്ഡേക്ക് ഞാൻ എക്സ്പെക്ട് DM ചെയ്തതിന് അഡ്രസ് അയച്ചുതരാം. എന്താ വെച്ചാൽ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. എനിക്ക് ഗിഫ്റ്റുകൾ വഴിയാണ് ഞാൻ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്യണതിന്റെ ലാഭം. അപ്പൊ ഞാൻ ഓഗസ്റ്റ് ആദ്യമപ്പോ തന്നെ തുടങ്ങി. എനിക്കെന്താ തന്നെ ഞാൻ എല്ലാ ദിവസവും ഓഗസ്റ്റ് 1-ാം തീയതി ഞാൻ എല്ലാ ദിവസവും 2-ാം തീയതി ആയിട്ടുള്ളൂ. ഇന്ന് 3-ാം തീയതി എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നുണ്ട്. 3 ദിവസമായിട്ട് ഞാനൊരു 10 തവണ കേൾക്കുന്നുണ്ട്.